ഇപ്പോൾ എയർഫോഴ്സ് സ്ഥിരീകരണം മാത്രമാണോ ഉള്ളത്? വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയമോ എന്തെങ്കിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും കുറിപ്പിറക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ദിവിഷ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ വിമാനം പൈലറ്റ് ചെയ്തിരുന്നത് ഒരു വിംഗ് കമാൻഡർ തലത്തിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ വ്യോമസേന ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഒരു വിംഗ് കമാൻഡർ തന്നെയാണ് ഇത് പറത്തിയത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇക്കാര്യത്തിൽ അവിടെ ദുബായിൽ നിന്നുള്ള വിവരങ്ങൾ വന്ന ശേഷമായിരിക്കും ഇത് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം എഞ്ചിനിൽ ചോർച്ച കണ്ടെത്തിയ അല്ലെങ്കിൽ അത് സംബന്ധിച്ച വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച അതേ വിമാനം തന്നെയാണ് ഇത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ അവിടെ നിന്നുള്ള വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതായത് ഈ PIB ഔദ്യോഗികമായി നിഷേധിച്ച ആ ഒരു സംഭവം, എഞ്ചിനിൽ ഒരു ലീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ലീക്ക് കണ്ടെത്തിയ വിമാനം തന്നെയാണ് ഇപ്പോൾ തകർന്നു വീണത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, നേരത്തെ ഇപ്പോൾ ഔദ്യോഗികമായി അവർ പറയുന്നത് ഒരു ഹൈ ജി എയറോബാറ്റിക് മാനുവർ അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റേഴ്സ് ഒരു ടൈറ്റ് ടേൺ, നേരെ കുത്തനെ മുകളിലോട്ട് പോയി മടങ്ങി താഴോട്ട് വരുന്ന ആ ഒരു എയറോബാറ്റിക് ഒരു മാനുവർ, ഒരു പറക്കലിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യോമസേന പങ്കുവെക്കുന്ന ആദ്യ വിവരം. അതിന് അവർ ഉപയോഗിക്കുന്ന വാക്ക് ഹൈ ജി എയറോബാറ്റിക് മാനുവർ എന്നുള്ളതാണ്. ലൈക്ലി സ്പ്ലിറ്റേഴ്സ് ഓർ എ ടൈറ്റ് ടേൺ. അപ്പൊ ഈ ഒരു സംഭവം നടന്നപ്പോഴാണ് ഈ ഒരു അപകടം അല്ലെങ്കിൽ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വിമാനം അപകടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ദുബായിൽ നിന്നുള്ള ആദ്യ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ വിമാനം സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതൊരു സ്ഥിരീകരിക്കാതെ സർക്കാർ ഔദ്യോഗികമായി നിഷേധിച്ച ഒരു വിവരമാണ് വിമാനത്തിന്റെ എഞ്ചിനിലുണ്ടായിരുന്ന ലീക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ദുബായിൽ നിന്നുള്ള ആദ്യ വിവരങ്ങൾ, അതായത് മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ആ വിമാനം തന്നെയാണ് ഇതിന് ഉണ്ടായത് അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ സംഭവം നടന്നിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിയുന്നേ ഉള്ളൂ. 2:10 അതായത് പ്രാദേശിക സമയം 2:10, ഇന്ത്യൻ സമയം ഒരു 3 മണിയോട് അടുപ്പിച്ചിട്ടുണ്ടാവും. ആ സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ ദിവസം ഉണ്ടായ അല്ലെങ്കിൽ പുറത്ത് പ്രചരിച്ച വിവരം ശരിയാണോ എന്നുള്ളതാണ്. എഞ്ചിനിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടത് പരിഹരിച്ചില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചോർച്ചയുമായി ബന്ധപ്പെട്ട വിമാനം എന്തിന് വീണ്ടും പരീക്ഷണത്തിന് അല്ലെങ്കിൽ എയർ ഡിസ്പ്ലേക്ക് ഉപയോഗിച്ചു എന്നുള്ളത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം, ഈ സൂര്യകിരണിന്റെ ഒരു എയർ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, അത് റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ്. അതായത് ഇന്ത്യയുടെ തന്നെ ഈ സംഭവത്തിൽ എയർ ഡിസ്പ്ലേ, അതായത് സൂര്യകിരണിന്റെ എയർ ഡിസ്പ്ലേ അതിപ്പോ റദ്ദാക്കി എന്നുള്ളൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അതായത് സൂര്യകിരണിന്റെ ഒരു 4-5 വിമാനങ്ങളുടെ ഒരു ഫ്ലൈപാസ്റ്റ് സാധാരണ ഉണ്ടാകാറുണ്ട്. വലിയ തോതിലുള്ള ഒരു എയറോബാറ്റിക് എയർ ഡിസ്പ്ലേയും ഉണ്ടാകാറുണ്ട് സൂര്യകിരൺ. നമ്മൾ റിപ്പബ്ലിക് ദിന പരേഡിലൊക്കെ അത് കാണാറുള്ളതാണ്. അത് ഇപ്പോൾ റദ്ദാക്കി എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ വലിയ തോതിൽ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ച ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ ഏറ്റവും വലിയ ഒരു സൂചനയായിരുന്നു, ഉദാഹരണമായിരുന്നു തേജസ് എന്നുള്ളത്. അതിന്റെ ഒരു പോർ വിമാനങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു വിമാനം തന്നെയായിരുന്നു തേജസ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതിന്റെ ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ MK1 എന്ന് പറയുന്ന അതിന്റെ 2ാം തലമുറയിൽപ്പെട്ട എഞ്ചിനാണ് അതിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ആ ഒരു എഞ്ചിൻ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു വിമാനം തന്നെയാണ് ഇപ്പോൾ തകർന്നു എന്നുള്ള വിവരം അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ദിവസം ഇതിന്റെ എഞ്ചിനിൽ എന്തെങ്കിലും ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടിരുന്നോ, ആ വിമാനം തന്നെയാണോ ഇതിനെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടത്. ഒരു മൾട്ടി റോൾ ഒരു കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് തേജസ് എന്ന് പറയുന്നത്. അതായത് 5ാം തലമുറയിൽപ്പെട്ട ഒരു വലിയൊരു പോർ വിമാനം തന്നെയായിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു വിമാനം തന്നെയാണ് ഇത്. ഒരു വ്യോമാക്രമണത്തിനും ഉപയോഗിച്ചിരുന്ന ഒരു പോർ വിമാനം തന്നെയായിരുന്നു. വളരെ നേർക്ക് നിന്നുള്ള ഒരു ക്ലോസ് കോമ്പാറ്റിൽ പോലും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അത്രത്തോളം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്നാണ് വ്യോമ കേന്ദ്രങ്ങൾ ഇതിനെ വ്യക്തമാക്കിയിരുന്നത്.
വളരെ ലൈറ്റാണ്, വളരെ ചെറുതുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ക്ലോസ് കോമ്പാറ്റിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വിമാനം തന്നെയായിരുന്നു. ഇത് 2024 മാർച്ചിൽ രാജസ്ഥാനിലെ ജയ്സാൽമറിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് തേജസ് വിമാനം അന്ന് തകർന്നു വീണിരുന്നു. രണ്ടാമത്തെ അപകടമാണ് ഇപ്പോൾ ഉള്ളത്. 23 കൊല്ലമായി, അതായത് 2001 ഇതിന്റെ പരീക്ഷണ പറക്കൽ നടക്കുന്നത്. അന്ന് മുതൽ ഇതുവരെ വലിയ തോതിൽ ഒരു അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു വിമാനം എന്നുള്ള തരത്തിലാണ് ഇത് കരുതപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് മാർട്ടിൻ ബേക്കർ 008 പ്രൊജക്ഷനാണ് ഇതിന്റെ സീറ്റ് എന്ന് പറയുന്നത്. അതായത് എത്ര താഴ്ന്നു പറഞ്ഞാലും ഇജക്ട് ചെയ്യാൻ തരത്തിലുള്ള ഇജക്ഷൻ സീറ്റ് ഉള്ള ഒരു വിമാനമായിരുന്നു. 0 സ്പീഡിലായിരുന്നാലും, അതായത് ടേക്ക് ഓഫ് സമയത്ത് പോലും പൈലറ്റിന് എജക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. ലാൻഡിങ്ങിലോ ടേക്ക് ഓഫിലോ ഒക്കെ, അല്ലെങ്കിൽ വളരെ താഴ്ന്നുള്ള ഒരു പറക്കലിന് പോലും പൈലറ്റിന് വേണമെങ്കിൽ ഇജക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സീറ്റിംഗ് സംവിധാനമുള്ള ഒരു സാധനമാണ്. അതാണ് മാർട്ടിൻ ബേക്കർ 00 എജക്ഷൻ സീറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരു എജക്ഷൻ സംവിധാനം. ആ ഒരു സംവിധാനം ഉണ്ടായിട്ട് പോലും ഈ വിമാനം ഇപ്പോൾ തകർന്നു വീഴുമ്പോൾ പൈലറ്റ് എജക്ട് ചെയ്തതായിട്ടുള്ള യാതൊരു സൂചനയും വിമാനത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്നും വരുന്നില്ല എന്നുള്ളതാണ് ഭേദകമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ പൈലറ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഈ സീറ്റ് എജക്ഷൻ സംവിധാനം എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്പ്ലോസീവ് ചാർജ് കൊണ്ട് തന്നെ ഇതിന്റെ കാനപ്പി ഇളകി തെറിക്കുക, അതായത് വിമാനത്തിന്റെ മേൽക്കൂര പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമാണ്. പൈലറ്റിനെ ആ എയർക്രാഫ്റ്റിന്റെ മുകളിലേക്ക് ത്രസ്റ്റിൽ കയറ്റി വിടുന്ന, അല്ലെ എജക്ട് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല മുകളിലേക്ക് പോകുന്ന പൈലറ്റ് പിന്നെ പാരച്യൂട്ടിലൂടെയാണ് താഴോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇത് ഉണ്ടായി എന്നുള്ളതാണ് ഇതിലേറ്റവും പിന്നെ ഇനിയിപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തേജസ് സ്ക്വാഡ്രൺ എന്ന് പറയുന്നത് നമ്പർ 45 ഫ്ലൈയിങ് ഡ്രാഗൺ ആണ്. അത് 2016 വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ളത്. ഇന്ത്യയുടെ ഈ പഴയ ജെറ്റുകൾ മിഗ് അടക്കമുള്ളവ ഫേസ് ഔട്ട് ചെയ്തതിനു ശേഷം ഇന്ത്യ സ്വന്തം കഴിവിൽ നിർമ്മിച്ച ഒരു തേജസ് ആണ്. അതായത് വലിയ തോതിൽ റഫാൽ പോലുള്ള, അല്ലെങ്കിൽ ഫ്രാൻസ് പോലുള്ള, അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ആശ്രയമില്ലാതെ സ്വന്തം തോതിൽ ഒരു പോർവിമാനം വികസിപ്പിച്ചെടുത്ത ഒരു ആണ് തേജസ് എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്.